യോ ഞാനിന്ന് ഒരു നാട്ടിലെ ഒരു ഭാഷയെക്കുറിച്ച്, ഒരു സ്ത്രീ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായ ഒരു സ്ത്രീ സംസാരിക്കുന്ന രീതിയാണ്. അപ്പോൾ അവരെ നമ്മൾ കളിയാക്കുമല്ലോ ആണെങ്കിൽ അവർ നമ്മളെ ചീത്ത വിടും. അപ്പം അവർ സംസാരിക്കുന്ന രീതി, അവർ ഈ പണ്ടത്തെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അവർ ബ്ലൗസ് ഇടിയലായിരുന്നു. ഞാൻ കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ അവർ ബ്ലൗസ് ഇടിയല്ല. അവർ ഒരു മുണ്ട് ഇങ്ങനെ ഉടുത്ത്, അത് ഈ ക്രിസ്ത്യൻസ് അടുക്കിട്ട് എടുക്കുന്ന പോലെ പുറയിൽ ഇങ്ങനെ വാല് പോലെ ഇട്ട് ഒരു തോർത്ത് മാത്രം ഇങ്ങനെ ഇടും, ബ്ലൗസ് ഒന്നും ഇടിയല. അങ്ങനെയാണ് അവർ എവിടെ വേണേലും അവർ പോകും. അങ്ങനെ അമ്പലത്തിലാണേലും അങ്ങനെ എല്ലാവരും അവരെ ഇങ്ങനെ കളിയാക്കും. നിങ്ങൾ ഇങ്ങനെയാണോ പോകുന്നതെന്നെല്ലാം ചോദിച്ചവരെ കളിയാക്കുമ്പോൾ അവരോട് പറയും ബ്ലൗസ് ഇടണം, ബ്രേസറൊക്കെ ഇടണമെന്ന് പറയുമ്പോൾ അവർ ബ്ലൗസും റേസറും ഒന്നും ഞാൻ ഇടിയല്ല, എനിക്കൊന്നും ഇഷ്ടമില്ലെന്ന് പറയും. അങ്ങനെ അവർ അങ്ങനെ പോയി ഞങ്ങൾ എപ്പോഴും കളിയാക്കി, എല്ലാവരും കളിയാക്കി അവർ ബ്ലൗസ് മാത്രം ഇടും. പിന്നെ അങ്ങനെയായിരുന്നു യാത്ര. അപ്പോൾ ഒരു ദിവസം എൻ്റെ കല്യാണം മോതിരടിയിലൊക്കെ കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ നടന്നു പോവാ കല്യാണമൊക്കെ വിളിക്കാനായിട്ട് പോകുമ്പോൾ അവർ വന്നിട്ട് കോവളെ, എൻ്റെ പേര് കോമളം എന്നാണ് അവർ വിളിക്കുന്നത്, കോവളെ എവിടെ പോണു? അപ്പം ഞാനിങ്ങനെ ഇതിന് പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എൻ്റെ കോവളയുടെ കല്യാണത്തിന് ഒരു ആൽബം വേണം കേട്ടോ. ഞാൻ ആൽബമോ? അല്ല, ഈ പടമൊക്കെ വരുന്ന ഇങ്ങനെ. അപ്പം അത് ഉദ്ദേശിക്കുന്ന ആൽബം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന ആത്മം. അങ്ങനെയുള്ള സംസാര രീതിയാണ് അവർ. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയി, ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ അവർ വൈകുന്നേരം വന്ന് ഇറങ്ങുക ബസ്സിൽ. ഞങ്ങൾ ചോദിച്ചു എവിടെ പോയി, എവിടെ പോയാൽ ഇത്രയും താമസിച്ച്? ഒന്നും പറയണ്ട എൻ്റെ കോവളക്കൊച്ചേ, ഞാനൊന്ന് ഏറ്റ്മാനൂർ വരെ പോയതാ. അപ്പം ഏറ്റുമാനൂർ വരെ പോയാന്ന് അവർ പറയുന്നു. അപ്പോൾ ഏറ്റ്മാനൂർ വരെ പോയതാ. എന്തിനാ പോയി? ആ മാങ്കി വരെ പോയതെന്ന്. മാങ്കെന്ന് പറഞ്ഞാൽ ബാങ്കെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ മാങ്ക് വരെ പോയി. അപ്പം അവിടെ ഞാൻ എന്തിനാ പോയത് മാങ്കി ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഈ അസ്മാൻസും സബടിയൊക്കെ മാങ്കി കൊടുക്കുന്നുണ്ട്, അപ്പം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ എന്നെ വിട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ മാങ്കി അവിടെ ചെന്നപ്പം ഇവിടുന്ന് കോട്ടയം വരെ അങ്ങ് വലിയ ട്യൂബാ. എന്നാ ട്യൂബാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പിന്നെ ആ ട്യൂബിനകത്ത് കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറ് പറയല്ലേ ഷാമ്പു വേണമെന്ന്. അപ്പോൾ ഒട്ടിക്കണ സ്റ്റാമ്പ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാമ്പു വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒരു 100-ന്റെ നോട്ട് കൊടുത്ത് ഷാമ്പു ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല, താഴെ ചെന്ന് മേടിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ട്യൂബിൽ നിന്ന് ഇറങ്ങി താഴെ ചെന്നപ്പോൾ ഒരു മേക്കറി ഇരിക്കുന്നുണ്ട്. അപ്പം ബേക്കറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മേക്കറിക്കാരനോട് ചോദിച്ചു എനിക്കൊരു ഷാമ്പു തരാമോന്ന് ചോദിച്ചു. അപ്പം അയ്യോ ചില്ലറ ഇല്ലെന്ന്. എന്നാ ഞാൻ അവിടെ എന്നാ അവിടെ ഒത്തിരി ഡെസ്ക് ഇങ്ങനെ ടിന്നിനകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ റസ്കാ. അപ്പം എന്നാ ഒരു 1/4 കിലോ ഡെസ്ക് തന്നേക്കാൻ പറഞ്ഞു. അന്നേരം അവന്മാരെല്ലാം അവിടെ നിന്ന് എന്നെ അങ്ങ് കളിയായി. ആ 1/4 കിലോ ഡെസ്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നാ 1/2 കിലോ ഡെസ്ക് തന്നേക്കാം. അപ്പൊ ആ ഡെസ്ക് മേടിച്ച് ഒരു ഷാമ്പും മേടിച്ച് ബാക്കിയും മേടിച്ച് ഞാൻ പിന്നെയും വന്ന് ട്യൂബിനകത്ത് കയറി. ട്യൂബിൽ നിന്ന് പിന്നെ അങ്ങ് ചെന്ന അസ്മാൻസും സബടിയും എല്ലാം കൂടെ എല്ലാ ഫോമൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഷാമ്പു ഒട്ടിച്ച് കൊടുത്ത് ഞാൻ പിന്നെ അവിടുന്ന് വന്ന വരവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന്.